ഇവർക്കും ഉബുണ്ടു ജാലകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSLC IT പ്രാക്ടിക്കൽ പരീക്ഷ 2026 ബന്ധപ്പെട്ട് കൈറ്റ് പുറത്തിറക്കിയിരിക്കുന്ന സാമ്പിൾ ചോദ്യങ്ങളിലെ വെബ് പേജുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം നമുക്കിവിടെ കാണാം. ലിറ്റിൽ കൈറ്റ്സ് ക്ലബിനെ പറ്റിയുള്ള ഒരു വെബ് പേജാണ്. ഈ വെബ് പേജ് തുറന്ന് താഴെ 3 മാറ്റങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഹെഡിങ്ങിൽ ചുവപ്പ് നിറം നൽകണം, അതുപോലെ അതിൻ്റെ അലൈൻമെൻറ്റ് സെൻറ്ററിലാക്കണം, അതുപോലെ തന്നെ പേജിന് ബാക്ക്ഗ്രൗണ്ട് നൽകാനായിട്ട് ഇവിടെ ഒരു നിറത്തിൻ്റെ നമ്പർ നൽകിയിട്ടുണ്ട്. ഈ 3 മാറ്റങ്ങളാണ് നമുക്ക് വരുത്തേണ്ടത്. ഈ മാറ്റങ്ങൾ വരുത്തുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ ആ ഒരു പേജിൻ്റെ സ്റ്റാറ്റസ് നമുക്കൊന്ന് കാണാം. അതിനുവേണ്ടി നമ്മുടെ ഹോമിലേക്ക് പോവുകയാണ്. ഹോമിലെ റിസോഴ്സസിനുള്ളിലുള്ള എക്സാം 10 ഡോക്യുമെൻറ്റ്സിലെ ലിറ്റിൽ കൈറ്റ്സ് HTML ആണ്. ഈ ഒരു പേജ് കാണുന്നതിന് വേണ്ടി ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ വിത്ത് ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ ഓപ്പൺ വിത്ത് ഫയർഫോക്സോ വഴി നമുക്ക് ആ വെബ് പേജ് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ വെബ് പേജ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അലൈൻമെൻറ്റ് ലെഫ്റ്റ് ആണ്, കളറ് ബ്ലൂ ആണ്, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളറും വ്യത്യാസമാണ്. അപ്പോൾ നമുക്കതിലെ മാറ്റങ്ങൾ വ്യത്യാസം വരുത്തുന്നതിന് വേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ വിത്ത് ഗൂഗിൾ ക്രോം അല്ല, ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻസ് ശ്രദ്ധിക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻസിലേക്ക് വരുന്നു. ഇവിടെ ടെക്സ്റ്റ് എഡിറ്ററിലാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. ടെക്സ്റ്റ് എഡിറ്റർ കണ്ടില്ല എങ്കിൽ ഇവിടെ നിന്നും സെർച്ച് വഴിയോ അല്ലെങ്കിൽ വ്യൂ ഓൾ ആപ്ലിക്കേഷൻസ് വഴി താഴേക്ക് നോക്കിക്കൊണ്ടോ നമുക്ക് ടെക്സ്റ്റ് എഡിറ്റർ സെലക്ട് ചെയ്യാം. അതിനുശേഷം സെലക്ട് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാണാം അതൊരു ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പണായി വരുന്നുണ്ട്. നമുക്കിവിടെ വരുത്തേണ്ട മാറ്റം ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ് എന്നുള്ള ഹെഡിങ് ആണ്. അതിപ്പോൾ നിൽക്കുന്നത് H1 എന്നുള്ള ഒരു ടാഗിനുള്ളിലാണ്. അപ്പോൾ H1മായി ബന്ധപ്പെട്ടിട്ടുള്ള CSS കോഡ് നമുക്കിവിടെ പരിശോധിക്കാം. ഇതാണ് H1മായി ബന്ധപ്പെട്ടുള്ള CSS കോഡ്. ഇവിടെ ടെക്സ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് എന്നുള്ളത് മാറ്റിയിട്ട് നമുക്കത് സെൻറ്റർ എന്നൊന്ന് ടൈപ്പ് ചെയ്യാം. സെൻറ്റർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി രണ്ടാമത് വരുത്തേണ്ട മാറ്റം അതിൻ്റെ കളർ, അത് ബ്ലൂ എന്നുള്ളത് മാറ്റി നമുക്ക് റെഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുമായി ബന്ധപ്പെട്ട് 2 CSS കോഡുകൾ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാനാണ്. ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ഗ്രീൻ എന്നുള്ളത് മാറ്റി നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്ന അതേ നിറമാണ് നമുക്ക് കൊടുക്കേണ്ടത്. E6FA എന്നുള്ള ആ ഒരു കോഡാണ് നമുക്കിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് ലൈറ്റ് ഗ്രീൻ എന്നുള്ളത് മാറ്റിയിട്ട് E6FA എന്ന കളർ കൊടുക്കുന്നു. അപ്പോൾ ഈ മാറ്റങ്ങളെല്ലാം നമ്മളിവിടെ വരുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സേവ് ചെയ്യാം. സേവ് ആസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സേവ് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. സേവ് ആസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഹോമിലേക്ക് വരുന്നു. ഹോമിലെ എക്സാം 10 പ്രോഡക്റ്റ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ലിറ്റിൽ കൈറ്റ്സ് എന്നുള്ള ആ പേരിന് പകരം നമ്മുടെ രജിസ്റ്റർ നമ്പർ നൽകി _ ലിറ്റിൽ കൈറ്റ്സ് എന്ന് നൽകി അവസാനം .html എന്നുള്ളത് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തി സേവ് ചെയ്യുന്നു. നമുക്ക് സേവ് ചെയ്ത് ആ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് പരിശോധിക്കാം. നമ്മുടെ ഫയൽസിലേക്ക് വരുന്നു. ഫയൽസിലെ ഹോമിനുള്ളിലുള്ള എക്സാം 10 പ്രോഡക്റ്റ് എന്ന ഒരു ഫോൾഡർ തുറക്കുകയാണ്. അതാ ലിറ്റിൽ കൈറ്റ്സ് എന്ന HTML ഇതാണ് നമ്മൾ സേവ് ചെയ്ത ഒരു ഫയൽ. ഇത് നമ്മൾ വെബ് ബ്രൗസറിലാണ് തുറക്കേണ്ടത്. ഒന്നുകിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ വിത്ത് ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ ഓപ്പൺ വിത്ത് ഫയർഫോക്സിലോ തുറക്കാം. ഇതാണ് ആ ഒരു പേജ്. ഇവിടെ നമ്മൾ വരുത്തിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ലിറ്റിൽ കൈറ്റ്സ് എന്നുള്ളത് റെഡിലേക്ക് വന്നത് സെൻറ്റർ അലൈൻ ആയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ആ കൊടുത്തൊരു കളറായിട്ടുണ്ട്. ഇത്തരത്തിലാണ് ആ ഒരു വർക്ക് ചെയ്ത് പൂർത്തീകരിക്കുക. ഇതുവരെ വീഡിയോ കണ്ട ഏവർക്കും നന്ദി, നമസ്കാരം.